ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് കനുപ്രിയയുടെ പെഹല ഗീതിൻ്റെ വ്യാഖ്യ എങ്ങനെയാണ് വ്യാഖ്യ എഴുതേണ്ടതെന്ന് നോക്കാം. ഓക്കെ, പെഹല ഗീത് ഏതെങ്കിലും 2 ലൈൻസ് തന്നിട്ട് അതിനെ നോട്ടേഷൻ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അല്ലെങ്കിൽ ആ ഒരു രാധ എന്താണ് പൂർവ്വരാഗിൽ പറയുന്നതെന്ന് കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് അനോട്ടേഷൻ എഴുതേണ്ടത് അല്ലെ ആ ഒരു സ്റ്റൈല് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പോവാം. ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇസ് കവിത മേ പരിചയമാണ്. അപ്പോൾ അനോട്ടേഷനിൽ ഫസ്റ്റ് നമ്മൾ ഇത് ഇസ് ഗീത് മേ राधा पावन अशोक वृक्ष को संबोधित करके अपने मन की बातें कहती हैं. प्राचीन काल से लेकर यह कवि कल्पना प्रसिद्ध है कि सुंदरी के चरण स्पर्श से അശോക് വൃക്ഷ പുഷ്പിത് ഹോത്താ ഹെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ പണ്ട് തൊട്ട് ഒരു മിത്താണ് എന്താ ഒരു സുന്ദരിയായ സ്ത്രീയുടെ സ്പർശത്താൽ അശോകവൃക്ഷം പുഷ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതാണ്. എങ്ങനെ എഴുതേണ്ടതെന്ന് ഒന്ന് നോക്കുകയാണ്. ओके, कवि ने पुरानी कवि कल्पना को नए ढंग से भौतिक दार्शनिक आधार पर प्रस्तुत किया है. ഇതൊരു പഴയ മിത്താണ്, അതിനെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. നേ ഢങ്ക്, ഭൗതിക്, ദാർശനിക് ഫിലോസഫി അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത പാരഗ്രാഫ് അതിൻ്റെ അർത്ഥങ്ങളാണ്. പൂർവ്വരാഗ് എന്ന് വെച്ചാൽ എന്താണ്? നായക് और नायिका में पहले देने वाला अनुराग जो ശ്രവൺ ദർശൻ ആദി के सहारे होता है. അപ്പോൾ അവർ നേരിട്ട് രണ്ടാക്കും കണ്ടു പരിചയമൊന്നുമില്ല, പക്ഷെ കേട്ടറിവും അല്ലെങ്കിൽ ദൂരത്തുനിന്ന് കണ്ടറിവും അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലുണ്ടാവുന്ന പ്രണയത്തെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ഓരോന്ന് അറിയാത്ത വേർഡിന് മീനിങ് ആണ് ഇതിൽ കാണുന്നത്. ഗുച്ഛ എന്ന് പറഞ്ഞാൽ ഏക് മേ ബന്ധേ ഹുയേ ഫൂൽ, ഒരു എന്താ ബൊക്കെ എന്നെല്ലാം പറയൂലേ, അതേപോലെ. ഓക്കെ, ഇത് വ്യാഖ്യ അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഓ പതുക്കെ കിനാരെ അത് തൊട്ടിട്ട് ചാ ജാവോ വരെയുള്ള വ്യാഖ്യാണ് ആദ്യത്തെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടതെന്ന് ഒരു സാമ്പിൾ കാണിച്ചു തരികയാണ്. രാധ अशोक वृक्ष को संबोधित करके कहते हैं, हे पद के किनारे खड़े रहने वाले छायादार पवित्र अशोक वृक्ष, तुम क्यों कहते हो कि युगों से मेरी प्रतीक्षा में तुम खड़े हो. എന്തിനാന്ന് എല്ലാം പറഞ്ഞതാണെന്ന് ഞാൻ ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. मुझे सुंदरी के चरणों के स्पर्श की प्रतीक्षा में पुष्पहीन होकर खड़े थे. तुम यह क्यों सोचते हो कि किसी सुंदरी के पाद स्पर्श से ही खिल सकते हो. यह तुम्हारा गलत धारणा है. നിന്റെ തെറ്റായ ധാരണയാണ്. യഹ് കേവൽ കവിയോं की कल्पना है. ഇത് കവികളുടെ കൽപ്പനയാണ്. എന്താ, ഒരു സുന്ദരിയായ സ്ത്രീ വന്നു കഴിഞ്ഞാൽ മാത്രമേ നീ പുഷ്പിക്കുകയുള്ളൂ. ആ കാൽ സ്പർശമേറ്റാൽ മാത്രമേ പുഷ്പിക്കുകയുള്ളൂ. അത് നിന്റെ തെറ്റായ ധാരണയാണ്, നിന്റെ കൽപ്പനയാണെന്ന് പറയാണ്, കവിയുടെ കൽപ്പനയാണ്. സച്ചായി ഇസ്സെ അലഗ് ഹൈ. മേ തോ സ്വയം പ്രകൃതി രൂപിണി ഹൂം. ഞാൻ ആദ്യമേ പ്രകൃതിയിൽ ലയിച്ചതാണ്. കിतनी बार मैं तुम्हारे अंकुशित होने और पल्लवित होने के लिए मिट्टी में मिली हूँ. എത്രയോ പ്രാവശ്യം നിന്നിൽ ഞാൻ ലയിച്ചിരിക്കുന്നു, ആ മണ്ണിലേക്ക് ഞാൻ ലയിച്ചിരിക്കുന്നു. ധർത്തി की गहराई में उतर कर झाड़ों में लीन हुई हूँ. मैं तुम्हारे मोटे और कठोर तने के रेशों में समा गई हूँ. तने എന്താ ब्रांचेस. ओके, उस प्रकार तुमसे कलियाँ बनकर, कोमल छोटी पंक्तियाँ बनकर, उसकी मधुर सुगंध बनकर, ലാലിമ ബൻകർ ചുപ് ചാപ്പ് സോ ഗയി ഹൂം. അങ്ങനെ ഞാൻ നിൻ്റെ അരികിൽ എപ്പോഴും നിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. मैं इसकी प्रतीक्षा में थी कि कब वसंत ऋतु आए और कब मेरे यौवन विकास के रूप में तुम में वसंत ऋतु का उल्लास फैला जाए. വസന്ത ഋതു എന്ന് വെച്ചാൽ പുഷ്പിക്കുന്നതും
പിന്നെ ഫലങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം, അത് ഇൻഡയറക്റ്റ്ലി പറയാണ്, കൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റുമല്ലോ എന്ന് പറയാണ്. अशोक वृक्ष की खिलने से पहले की स्थिति राधा की किशोर अवस्था है. राधा के अंगों की कोमलता, सुगंधित और लालिमा ही अशोक वृक्ष की पंक्तियों और कलियों में दिखाई पड़ती हैं. सुंदरी तरुणी के पैरों के स्पर्श से ही अशोक पुष्पित नहीं होता, बल्कि सुंदरी के सौंदर्य के कण कण से अशोक के सारे अंग, पत्ते, कलियां, कोपले सब निर्मित होते हैं. मधुमास तो वसंत ऋतु और यौवन दोनों अर्थों में है. അടുത്ത फिर भी तुम्हें याद, നിനക്ക് ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ലൈനാണ്. अशोक वृक्ष को संबोधित करके राधा आगे कहती है, हे अशोक, मैं तो कभी तुम्हारे कण कण में लीन थी, लेकिन तुम्हें वह बात मालूम नहीं थी. ഞാൻ എപ്പോഴേ നിന്നിൽ ലയിച്ചിരിക്കുന്നത്, പക്ഷെ നീ അത് അറിഞ്ഞില്ല. യാദ് നെഹി തി, നിനക്ക് അറിയില്ലേ, ഓർമ്മയില്ലേ. അബ് തോ मैं ने युवती होकर महावर लगे पैरों से तुम्हें छू लिया. उसके द्वारा यह स्मरण करा दिया है कि मैं तुम में ही विलीन हूँ, तुम्हारे कण कण में मैं सोई हूँ. अब तो उचित समय आ गया है, प्रकृति में वसंत का उल्लास फैला है, मेरे शरीर भी यौवन के विकास से पूर्ण हुआ है. ഏകദേശം വസന്ത ഋതു വരാനായി, അപ്പം എൻ്റെ ശരീരവും പുഷ്പിക്കുന്നു, എന്താ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. मेरे शरीर भी यौवन के विकास से पूर्ण हुआ है. अब मैं तुम्हारी नस नस में पंख पसार कर उड़ने लगूंगी. സന്തോഷം കൊണ്ട് ഞാനൊരു 2 ചിറക് വെച്ച് ഞാൻ എൻ്റെ മോഹങ്ങളെല്ലാം പൂവണിയിക്കും എന്ന് പറയാണ്. अर्थात स्वतंत्र रूप से अब मेरा सौंदर्य तुमसे प्रस्फुटित होगा, तुम्हारी शाखाओं में नई कपोले के रूप में, कलियों की लाल लाल गुंचे के रूप में मेरा सौंदर्य शोभित होगा. നിൻ്റെ വൃക്ഷത്തിൽ പുതിയ പുതിയ ശാഖകൾ വന്നിട്ടും പുതിയ ഇലകൾ വന്നിട്ടും പൂക്കൾ വന്നിട്ടും ഒക്കെ ഞാൻ അതിൽ ലയിച്ച് ചേരാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ഓ പതുക്കെ കിനാരെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. अशोक वृक्ष को पुकार कर राधा कहती है, हे मार्ग के किनारे खड़े रहने वाले अशोक वृक्ष, तुम पवित्र हो, सभी को छाया देती हो, तुम्हारे युगों तक पुष्पहीन रहने का कारण मैं समझ नहीं पाती. तुम यह क्यों कहते हो कि अनेक जन्मों से तुम मेरी प्रतीक्षा में खड़े थे. ऐसे ആയിട്ട് ഫസ്റ്റ് പ്രഥം ഗീത് കാ സാരാംശ് ലിഖി എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ ഒരു ഇത് എഴുതിയാൽ മതി കേട്ടോ. अनेक जन्मों से तुम मेरी प्रतीक्षा में खड़े थे, यह क्यों मानते हो कि मुझ सुंदरी की चरण स्पर्श की प्रतीक्षा में ही तुम पुष्पहीन स्थिति में खड़े थे. वास्तव में मैं तुम में ही सोई हुई थी, मेरा सौंदर्य ही तुम्हारे पूरे शरीर में खिल उठा है. ഞാൻ ആദ്യം നിന്നിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം ഷോർട്ടാക്കിയിട്ട് പറയാണ് ഇതിൽ. ഈ ഒരു പാരഗ്രാഫ് മാത്രം, ഈ ഒരു മൂന്നാമത്തെ ആൻസർ മാത്രം പഠിച്ചാലും മതി. राधा ने इस कदन में कुछ सूक्ष्म तत्व भी छिपे हुए हैं, उसके कई पहलू हैं. दार्शनिक अर्थ लेने पर अशोक वृक्ष और राधा की अभिन्नता से ही तात्पर्य है. അവർ രണ്ടാളും ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. ഏത് അശോകവൃക്ഷവും രാധയും. രാധ പറയാണ്, നീ അറിഞ്ഞില്ല, ഞാൻ ആദ്യമേ നിന്നെ ലയിച്ചിരിക്കുന്നു. कि जीव और जड़ में
कोई अंतर नहीं है। राधा जीव का प्रतीक है, अशोक जड़ का प्रतीक है. ജഡ് എന്ന് വെച്ചാൽ വേര്. ഓക്കെ, ജഡമാവുക, നിർജീവമാവുക. दोनों एक ही चैतन्य से, एक ही सौंदर्य चेतना से प्रेरित और पोषित है. दूसरे अर्थ यह है, विराट पुष्प तो प्रकृति या शक्ति से मिलकर सृष्टि स्थिति संहार चलाता है. राधा तो विराट पुरुष की प्रकृति है, इसलिए वह अशोक वृक्ष में स्वतः व्याप्त है. दोनों अभिन्न हैं. कुछ आलोचकों ने इसको മിതക്കീയ ദൃഷ്ടി से देखा है. മിത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താ ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്ത് ആദ്യം മൗഖിക് രൂപസേ പറഞ്ഞ് കേട്ട് അടുത്ത ആൾക്ക് നമ്മളത് എന്താ കഹാനി പോലെ മൗഖിക് കഹാനി പറഞ്ഞ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റേ ജനറേഷനിലേക്ക് എത്തുന്ന സംഭവമാണ്. കുറേ ബിംബങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു മിഥക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, കുറേ ബിംബങ്ങൾ എന്ന് വെച്ചാൽ പ്രതീകങ്ങളും ഒരു നമ്മൾ ഒരു സിമ്പിൾ, ഇപ്പം ലവിൻ്റെ നമ്മൾ പറയും സിമ്പിളാണ് ഫ്ലവർ. ഓക്കെ, അതേപോലെ വലിയ പണ്ട് ഉള്ള കാര്യങ്ങൾ അത് നമുക്ക് കഥ അറിയുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിഥക്ക് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണ്ടത്തെ ഒരു കഥ രൂപേണ നമ്മളിപ്പോൾ പ്രസൻറ്റ് ഇഷ്യൂ പറയുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ മിഥക്ക് കവിതയിൽ യൂസ് ചെയ്യുന്നത്. പണ്ട് മഹാഭാരതത്തിൽ ചില സന്ദർഭങ്ങൾ എടുക്കും, അല്ലെങ്കിൽ കഥകൾ എടുക്കും, പ്രസംഗങ്ങൾ എടുക്കും. അതൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ള പുതിയ കഥകളും ഒക്കെ രൂപീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് എല്ലാവർക്കും ഗ്രാഹ്യമാകാനാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, अशोक वृक्ष का प्रतीक है. अशोक में कृष्ण का निस्संग, കൃഷ്ണനെയാണ് കാണുന്നത്. നിർവികാർ വ്യക്തിത്വ മിൽത്താ ഹെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അശോക് വൃക്ഷ് രാധ എന്തായിട്ടാണ് കാണുന്നത്? കൃഷ്ണനെ ആയിട്ടാണ് കാണുന്നത്. അപ്പം അശോക വൃക്ഷ് ഓരോന്ന് ചോദിക്കുന്നതനുസരിച്ച് രാധ പറയാണ്, ഞാൻ എപ്പോഴേ നിന്നിൽ ലീനമായി കഴിഞ്ഞിരിക്കുന്നു. मानती है कि वह कृष्ण से अभिन्न है. वह केवल उसकी केली संगनी ही नहीं, सृजन संगनी भी है. सृष्टि का सर्जन, पालन और संहार उससे अलग नहीं. इसका एक और पहलू भी है. पुरुष अशोक वृक्ष है तो स्त्री इसकी संजीवनी शक्ति है. पुरुष अशोक वृक्ष ആണെങ്കിൽ സ്ത്രീ उसकी संजीवनी शक्ति है. शक्ति നൽകുന്നത് സ്ത്രീയാണ്. माँ के रूप में स्त्री भ्रूणावस्था से ही पुरुष को रक्त से सींच कर बढ़ाती है. മാ ആയ സമയത്ത് തന്നെ ഭ്രൂണാവസ്ഥയിൽ തന്നെ അമ്മ, അത് പുരുഷനാണെങ്കിലും അത് കുട്ടി സ്ത്രീ ആണെങ്കിലും ആ അമ്മയുടെ രക്തം കൊണ്ടാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. इस तरह स्त्री से पुरुष का संबंध प्रारंभ से होती है. लेकिन पुरुष अपने जीवन को तभी पुष्पित पाता है जब सुंदरी प्रेयसी के रूप में स्त्री उसके निकट आते हैं. जब पुरुष उसे तब ही महसूस होता है. പുരുഷ എപ്പോഴാണ് അതിനെ മഹത്വം കൊടുക്കുന്നത്? എപ്പോഴാണോ ഒരു സുന്ദരിയായ യുവതി തൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ആ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ആ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് അല്ലേ? ഏതൊരു പുരുഷനും ഒരു അമ്മേൻ്റെ വയറ്റിൽ നിന്നല്ലേ വരുന്നത്. स्त्री पुरुष के साथ प्रणय के संबंध और उसके स्पर्श में रहने से ही अपने जीवन को सफल मानती हैं. ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ के साथ प्रणय में संबंधों
എല്ലാ രീതിയിലും ശാരീരികവും മാനസികമായിട്ട് സംബന്ധം വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് ജീവിതം സഫലമാവുള്ളൂ എന്ന് രാധ പറയാണ്. അപ്പം എത്രയും പെട്ടെന്ന് കൃഷ്ണനോട് എന്നിൽ വന്ന് ലയിക്കാനാണ് പറയുന്നത്. कनुप्रिया में स्त्री पुरुष का अनुराग ही मुख्य प्रतिपाद्य है. यह पहला गीत उसी को प्रतीकात्मक रूप से प्रस्तुत करते हैं. ഇപ്പം ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങളത് നോട്ടിൽ എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. താങ്ക് യു.